ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ട് വെച്ചാൽ നമ്മുടെ കച്ചവടം എങ്ങനെ നടക്കും? 2 ദിവസത്തിനുള്ളിൽ ബിസിനസ് ഒക്കെ നിർത്തി നമ്മൾ കട അടച്ചു പൂട്ടേണ്ടി വരും. എന്തായാലും നിക്ക്, നിങ്ങളുടെ അച്ഛൻ ഒന്ന് വരട്ടെ. അച്ഛൻ പറയുന്ന അനുസരിച്ച് ബാക്കി ചെയ്യാം. എന്റെ ഈശ്വര, ഞങ്ങളെ ഇനി ഇങ്ങനെ കൈവിടല്ലേ. അളിയ, ശരിക്കും ഇതിലെന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നില്ലേ? അമ്മ ഇത്രയധികം വാശി പിടിക്കണമെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. എനിക്കാണെങ്കിൽ ചേട്ടൻ ഈ ഒരു അവസ്ഥയിൽ കാണാനാ കഴിയാത്തത്. ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അളിയ. ഒരു ഐഡിയ വർക്കൗട്ട് ആയില്ലെങ്കിൽ മറ്റൊന്ന് നോക്കണം. ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവസാനം എന്റെ ചേട്ടനില്ലേ താടിയും വളർത്തി മാനസമയനെയും പാടി നടക്കും. ഒരു കണക്കിന് അതും സത്യം. പക്ഷെ ചെറിയമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവര് തമ്മിലുള്ള കല്യാണം നടത്തുക എന്നത് വിചാരിക്കുന്ന അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരും ഇതുവരെ ചെറിയമ്മയുടെ ശരിക്കുള്ള വാശി കണ്ടിട്ടില്ല. എന്താളീ പറയുന്നേ? ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ടത് അളിയനാ. എന്നിട്ടിപ്പോ ഈസി അല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിയാനാണോ അളിയന്റെ പ്ലാൻ? എന്തെങ്കിലും ഒരു ഐഡിയ പറയളിയാ. ഈ കാര്യത്തിൽ എന്റെ തലേന്ന് ഒരു ഐഡിയയും വരാൻ പോകുന്നില്ല അളിയ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ അമൂല്യ തന്നെ ബെസ്റ്റ് എന്നാ. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നേ. റൗഡി കൊച്ചാകുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അമ്മയെ കൺവിൻസ് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷെ ഡിസ്കസ് ചെയ്യണ്ടേ? ആ കരയിൽ റൗഡി കൊച്ചി, ഈ കരയിൽ ഏട്ടൻ. അത് ശരിയാവില്ലല്ലോ. 2 പേരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. നാക്കുകൊണ്ട് എല്ലാവരെയും നിലക്കേർത്തുന്ന റൗഡി കൊച്ചി ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുകയാണല്ലോ. ഈ അവസ്ഥയിൽ അവളെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. അത് നിനക്ക് നമ്മുടെ റൗഡി ബേബിയെ പറ്റി ശരിക്കറിയാത്തോണ്ടാ. പുലി പതിങ്ങിയിരിക്കുന്നതേ കുതിച്ചു പായാൻ വേണ്ടിട്ടാണെന്ന് നിനക്കറിയില്ലേ? അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ റൗഡി ബേബി കരഞ്ഞിരിക്കുന്നതേ ഒന്നും നീ കാര്യാക്കണ്ട. അവളുടെ ഫോമിലേക്ക് അവള് തിരിച്ചു വന്നോളും. അമ്മൂലേക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. Good morning, boss. Sumesh reporting to duty. എന്ത് പറ്റിയ ബോസ്? റെസ്പോൺസ് ഒന്നും ഇല്ല. എന്തിനാ ഞാനിപ്പോ റെസ്പോണ്ട് ചെയ്യണ്ടേ? ഇപ്പൊ താൻ കാണിച്ച കോപ്രായത്തിനാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ബോസിനെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ഡാൻസേഴ്സ് നമുക്ക് ഓഫീസിൽ വെച്ചാലോ? ഒന്നുമില്ല ബോസ്, ബോസ് ഒരു സിംഹത്തിനെ പോലെയാണെന്ന് പറഞ്ഞതാ ഞാൻ. തന്റെ തലയ്ക്ക് ശരിക്കും വട്ടാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ബോസ്. പക്ഷെ ഞാൻ ഭ്രാന്തൊന്നും അല്ല പറയുന്നേ. എല്ലാം ആലോചിച്ച് തന്നെയാ സംസാരിക്കുന്നേ. അല്ലാതെ സംസാരിച്ച് ഞാൻ എങ്ങനെയാ ബോസിനോട് ഇത്ര മര്യാദയോടെ, സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ ഇങ്ങനെ? രാവിലെ തന്നെ തുടങ്ങിക്കോളും. അമ്മൂനെ എവിടെയും കാണുന്നില്ലല്ലോ. ഇനി അവൾ ഓഫീസിലേക്ക് വരില്ലേ? ഒരുപാട് ടെൻഷൻ അടിക്കണ്ട ബോസ്. ബോസ് നോക്കുന്ന ആൾ ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ല. പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ ഓഫീസിലേക്ക് വന്നോളൂ. അപ്പൊ വരുന്നുണ്ടല്ലേ? HR സോഫ്റ്റ്വെയറിൽ ഇതുവരെ ലീവ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ശരി ശരി. അവള് വന്നു കഴിഞ്ഞാലേ എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. ഞാൻ എന്തിനാ പറയാൻ പോകുന്നേ? മേഡം എത്തിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് അങ്ങോട്ട് തന്നെയാണല്ലോ. ഇനി ഞാൻ പറഞ്ഞിട്ട് വേണമല്ലോ ആ ക്യാബിന്റെ ഡോർ വന്ന് മേഡം തുറക്കാൻ. ഇനി കല്യാണം കൂടെ കഴിഞ്ഞാ 2 പേർക്ക് ഒരു ക്യാബിനിൽ ഇരിക്കാമല്ലോ. വേദാന്ത മൂല്യാന്ന ബോർഡും വെക്കാം. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ. ആരും പിന്നെ ക്യാബിനിലേക്ക് കേറേയില്ല. സുമേഷ്, തോൻ എന്താ ആലോചിച്ചെന്നൊക്കെ എനിക്ക് അറിയാടോ. അയ്യോ ബോസ് വിചാരിക്കുന്നത് പോലെയല്ല. ഉച്ചക്ക് വെജ് ബിരിയാണി കഴിക്കണോ ചിക്കൻ ബിരിയാണി കഴിക്കണോ എന്ന് ആലോചിക്കണം ബോസ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഹായ് വിക്രാന്ത്. ഹായ് സിദ്ധാർത്ഥ്. തന്നെ മിക്കവാറും പിരിച്ചു. വിക്കി ബോസ്, നമ്മുടെ ബോസ് ആഗ്രഹിന്ന് വന്നതിൽ പിന്നെ 2 കാലിലല്ലല്ലോ. കല്യാണം ഉറപ്പിച്ച പിന്നെ ആണുങ്ങള് പറന്ന് നടക്കുകയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പോഴല്ലേ മനസ്സിലായേ? ബോസിന്റെ ഈ ചൂട് മാറ്റാൻ ഓഫീസിൽ ഈ AC ഒന്നും മതിയാവുകയല്ല. അത്രയ്ക്ക് ഹീറ്റ് ആയിരിക്കല്ലേ. അറ്റ്ലീസ്റ്റ് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും അവർ 2 പേരെ ഓഫീസിൽ വെച്ച് ഹാരം എക്സ്ചേഞ്ച് ചെയ്ത് കല്യാണം നടന്നതുപോലെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത്. അയ്യോ ഒന്നുമില്ല ബോസ്, ഒന്നുമില്ല. ബോസിന്റെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അതിന് വേദാന്ത് എന്തെങ്കിലും പറഞ്ഞു? എന്റെ ജീവിതത്തിൽ വേറെ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് എന്റെ മീനുവിനെ മാത്രം കിട്ടിയാൽ മതി. അവളെ കിട്ടിയാ പിന്നെ എനിക്ക് എന്റെ ഈ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. എന്റെ അളിയ, ഇവനെപ്പോലുള്ള ഭ്രാന്തമാരൊക്കെ എവിടെ നിന്ന് കിട്ടിയ? ഇവനൊക്കെ ഭ്രാന്തെന്ന് വിളിച്ചാണ്ടല്ലോ. ഭ്രാന്തന്മാർക്കൂടെ നടക്കട ആണല്ലേ? കറക്റ്റ് അളിയ, നടക്ക. എന്റെ അമ്മ.
വല്ലാത്ത കഷ്ടമായി പോയല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനെ സമ്മതിക്കില്ല. അച്ഛൻ എന്തായാലും പോയിരിക്കല്ലേ ചേച്ചി? പോയതൊക്കെ ശരിയാ, പക്ഷെ ഇതൊന്നും അത്ര പെട്ടെന്ന് തീരുന്ന പ്രശ്നമൊന്നും അല്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എഴുതി അത് നോക്കാൻ അവര് വന്ന് പിന്നെ മറ്റുള്ളവരായിട്ട് സംസാരിച്ച് അയ്യോ എല്ലാം ഓക്കെ ആയിട്ട് വരാൻ എങ്ങനെയായാലും കുറെ സമയം എടുക്കും. പോലീസ് തന്നെ നോക്കട്ടെ ചേച്ചി, അല്ലെങ്കിൽ യുവമാരുടെ അഹങ്കാരം ഒരിക്കലും തീരില്ല. ഈ വൃത്തികെട്ട സ്മെല്ല് പോവാതെ നമ്മുടെ മെസ്സിലേക്ക് ആരും വരാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ദ്രോഹമൊക്കെ നമ്മളോട് ചെയ്യാൻ ആൾക്കാർക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? ഇവരുടെയൊക്കെ വീടിന്റെ മുറ്റത്താ ഇത് ചെയ്തെങ്കിൽ വെറുതെ ഇരിക്കുമായിരുന്നോ? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? ആദ്യം നീ അച്ഛനെ വിളിക്ക്, എന്നിട്ട് നമുക്ക് കോർപ്പറേഷനെ വിളിച്ച് പറയാം. എനിക്ക് ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ വയ്യ. അച്ഛനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, കോർപ്പറേഷൻ നമ്പർ ആണെങ്കിൽ റിംഗ് പോലും ചെയ്യുന്നില്ല. നമ്മൾ ആരോട് ഒരു ദ്രോഹത്തിന് പോവാറില്ലല്ലോ, എന്നിട്ട് നമ്മളോട് മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ? പാവം അമ്മ ഇന്നലെ തൊട്ട് നല്ല ടെൻഷൻ അടിച്ച് കരയുക. എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അമ്മ വിഷമിക്കാൻ തുടങ്ങില്ലേ. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഡീ, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? അവിടെ നിക്ക്, ഞാനും വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ പോലുള്ളവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് തീരെ ആരും പ്രതീക്ഷിച്ചതല്ല. എന്റെ പിന്നിലായി നിങ്ങൾ കാണുന്നത് എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ചെറിയ ക്യാൻറ്റീനാണ്. പക്ഷെ ഇപ്പോ ഈ ക്യാൻറ്റീന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ കാണണം. ആരൊക്കെയോ ചേർന്ന് മനഃപൂർവ്വമാണ് ഇങ്ങനെ വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ടത്. ഇത് മാറ്റിയിടണമെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇതിന്റെ സ്മെൽ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. റോഡിലൂടെ പോകുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മെസ്സിൽ വന്ന് ഈ സ്മെല്ലിന് സഹിച്ച് ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്റെ അച്ഛന്റെ ബിസിനസ്സിന് ഇത് വലിയ പ്രശ്നമായിരിക്കാണ്. ഞങ്ങൾക്ക് മറ്റു വരുമാന മാർഗം ഒന്നുമില്ല. ന്യായമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാ എന്റെ അച്ഛന്റെ ആഗ്രഹം. എന്നിട്ട് പോലും ഞങ്ങളോട് ചില ദുഷ്ടന്മാർ കാണിച്ചതായത് കഴിക്കുന്ന ആഹാരത്തിനോടായി ഈ നീതികേട്. ഇതിങ്ങനെ വിടാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളുടെ പക്കൽ ആൾബലമോ കാശോ ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് ആരോടാ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നത്. പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വലിയ ഉപകാരമായേനെ. എന്തൊക്കെയുണ്ട് വിശേഷ? സുഖമല്ലേ? ദൈവം മുൻപിൽ വന്ന് നിന്നാ പിന്നെ സന്തോഷമില്ലാതിരിക്കുവോ മേഡം? ഒന്നും പറയണ്ട മേഡം. മേഡം ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല എന്നും പറഞ്ഞ് ഒരാൾ അവിടെ അടുത്ത സെറ്റ് തപസ്സിന് വേണ്ടി റെഡി ആയിരിക്കുക. പാവം, സഹിക്കാൻ പറ്റുന്നില്ല. തനിക്ക് എന്താ പറ്റി? എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പോലും വിഷമത്തില്ല. എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അകത്ത് ക്യാബിനിലെ വിരഹവേദനയുമായി എന്റെ ബോസ് വിഷമിച്ചിരിക്കുക. ഇനി അവിടുന്ന് എന്തൊക്കെയാണോ കേൾക്കാൻ പോകുന്നത്? ബോസ് വന്നപ്പോ തൊട്ട് മേഡത്തെ എത്ര തവണ അന്വേഷിച്ചെന്നറിയോ? ഇപ്പൊ തന്നെ 3 10 തവണയെങ്കിലും മേഡം വന്നോന്ന് ചോദിച്ച് എന്റെ ഡെസ്കിൽ ഫോൺ ചെയ്ത് അന്വേഷിച്ചിട്ടുണ്ട് ബോസ്. മേഡം ഹാജരാണെന്നുള്ള റിപ്പോർട്ട് മാത്രം നോക്കിയാ പോരാ. എനിക്കിവിടെ വേറെ ഒരുപാട് ജോലിയില്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് മേഡത്തിന്റെ തിരുമുഖം ഞങ്ങളുടെ ബോസിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കും. അത്ര തവണ വിളിച്ചോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാവി അതിനെ നേരിട്ട് കാണാൻ ഏതൊരു വരണം ആഗ്രഹം ഉണ്ടാവില്ലോ. മേഡം തന്നെ നേരിട്ട് പോയി ചോദിച്ചോ. ഇയാളുടെ ഒരു കാര്യം എന്ത് ചോദിച്ചാലും കിടന്നങ്ങ് ബഹളം. തന്നോട് മിണ്ടാൻ വന്ന എന്നെ പറഞ്ഞാ മതി. കാമുകനും കൂടെ മനുഷ്യനെ പൊട്ടനാക്കാൻ നോക്കുക. എന്നെ കാണാൻ ഒരു പൊട്ടനാണെങ്കിലും ഞാൻ ശരിക്കും ഒരു ബുദ്ധിമാനാ. ഹലോ റൗഡി കൊച്ചേ, ഇതെങ്ങോട്ടാ? പ്രണയിച്ച ചെക്കനെ തന്നെ കല്യാണം കഴിക്കാൻ എന്ത് കഷ്ടപ്പാടാ ചേട്ടാ ഇവിടെ. എല്ലാം ശരിയായി വന്നപ്പോ അമ്മ തന്നെ വില്ലനായിട്ട് നിൽക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഞാനാ പെട്ടുപോയത്. എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക്. അതെന്തെങ്കിലും ചെയ്യണം. ശരി, വീട്ടിൽ അമ്മയുടെ അവസ്ഥ എന്താ? ഇപ്പോഴും അതേ വൈബ് തന്നെയാണോ അതോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അമ്മയുടെ തീരുമാനത്തിൽ ഒരു പോയിന്റ് വ്യത്യാസമില്ല. അതേ ദേഷ്യവും വാശിയും തന്നെയാ. പോരാത്തതിന് ഇപ്പൊ എന്നോട് ശരിക്കും സംസാരിക്കുന്നു പോലുമില്ല. റൗഡി കൊച്ചേ, നീ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള പോലെ ജീവിക്കരുത്. നീ ശരിക്കും റൗഡി ബേബിയാ. ആ കാര്യം നീ ഇപ്പൊ മറന്നോണ്ടിരിക്കുന്നത്.
നീ ഒന്ന് മനസ്സ് വെച്ചാലേ ഇതെല്ലാം ശരിയായിക്കോളും. ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്റെ മനസ്സിലെ ദേഷ്യവും ആവേശവും സങ്കടവും വിഷമവും ഒന്നും പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല. ഈ പ്രേമം ഇങ്ങനെയാണല്ലോ, ഒരു ഫീലിങ്സ് ശരിക്കും കാണിക്കാൻ പറ്റില്ല. എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ചേട്ടാ. നീ ഒന്ന് സമാധാനിക്കേ. നീ റൗഡി ബേബിയാ. റൗഡി ബേബി റൗഡിസം വിട്ടു കഴിഞ്ഞാ നല്ല അലമ്പായിരിക്കും. ഇപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ എന്തായാലും ചരിത്രം ഒന്ന് മാറ്റി എഴുതി നോക്ക്. ഇനി ശരിക്കും നീയാണ് നിന്റെ പ്രണയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണത്. നിന്റെ പ്രണയത്തെ സംരക്ഷിക്കേണ്ടത് നീ തന്നെയാ. ഒന്ന് വെറുതെ ഇരിക്കും വിക്കി ചേട്ടാ. വേദാന്ത് എനിക്ക് അതിന് സമയം തരുന്നില്ലല്ലോ. നീയായിട്ടൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാ ഇതൊക്കെ സ്റ്റക്കായി പോകും. എന്റെ ചേട്ടനെ പോലെ ഒരാളെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കണമെങ്കിൽ നിന്റെ റേഞ്ച് എന്താന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അമ്മയുടെ സമ്മതമില്ലാത്തതാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു വിഷമം. അമ്മയെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നീ തന്നെ സംസാരിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ ചേട്ടന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യ. നിന്റെ പഴയ എനർജി ഉത്സാഹമൊക്കെ ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനിൽ കണ്ടോണ്ടിരിക്കുന്നത്. വേദാന്ത് മേനോൻ എല്ലാവരും ദേഷ്യപ്പെട്ട് പഴയ പോലെ തന്നെ വഴക്കൂടുന്നത് എനിക്ക് കണ്ടോണ്ടിരിക്കണം. ചോട്ടാ സ്മോൾ ബോസ്, എനിക്ക് തോന്നുന്നത് ബോസ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ചെറിയൊരു ഡ്രാമ കളിക്കുകയാണെന്ന്. മേഡത്തിന്റെ അമ്മയെ ഒതുക്കാൻ വേണ്ടി സൈലന്റ് ആയിട്ടിരുന്ന് ബോസ് എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഐഡിയാസ് ഒക്കെ പുറത്ത് പറഞ്ഞ് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയാ ഒന്നും അറിയാത്തതുപോലെ പാവത്തിനെ പോലെ അഭിനയിക്കുന്നത്. ഈ ഡയറക്ടർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഡയലോഗ് ഇവിടെ നീ ഇംപ്രവൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ BP കൂട്ടല്ലേ വിക്കി ബോസ്. ഇനി നോക്കിക്കോ, നമ്മുടെ മേഡത്തിനെ കണ്ടു കഴിയുമ്പോ ബോസിന്റെ മൂഡ് മാറില്ലേ. ലൈലയെ കണ്ടു കഴിഞ്ഞാ പിന്നെ മജിന് വിഷമിച്ചിരിക്കില്ലല്ലോ. ലൈല പിന്നെ മജിനുമായിട്ട് സ്നേഹത്തിലായിരിക്കുമല്ലോ. സുമേഷിന്റെ പരാക്രമം ഇത്തിരി കൂടി വരുന്നുണ്ട് ഇപ്പൊ. നിങ്ങൾ എന്തിനാ പിള്ളേർ ഈ വേസ്റ്റിന്റെ അടുത്ത് നിൽക്കുന്നത്? അച്ഛാ, നമുക്ക് സംഭവിച്ച ഈ അനീതി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാ. വലിയ ആൾക്കാരൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റിയാലോ? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ സന്തോഷമുണ്ട്. ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ടാ വരുന്നത്. പക്ഷെ പരാതികൾ എടുക്കുന്ന ആരും അവിടെ വന്നിട്ടില്ല. നാളെ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൂടി കൊടുക്കണം. എന്നുവെച്ചാ ഇന്നും ഈ അന്യായം നമ്മൾ സഹിക്കണമെന്നാണോ? മറ്റാരെങ്കിലും സഹായിച്ചിട്ട് ഇതൊക്കെ മാറ്റാന്ന് വിചാരിച്ചാലേ നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും പ്രഭു. ഞാൻ വിചാരിക്കുന്നത് അപ്പുറത്തെ മെസ്സിലുള്ളവരെ ഇത് ചെയ്തെന്നല്ലേ പറഞ്ഞത്. അവരോടൊന്ന് പോയി നേരിട്ട് സംസാരിച്ചാലോ? എന്തായാലും അവരെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് വരാം. നിക്കേ ഒരു മിനിറ്റ്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ദേഷ്യത്തിലും വിഷമത്തിലും ഒന്നും ഒരു തീരുമാനം എടുക്കണ്ട. പിന്നെന്താ പ്രമ, ഇതെല്ലാം കണ്ട് വെറുതെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ഇന്ന് ഇങ്ങനെ ചെയ്തവര് നാളെ എന്തും ചെയ്യാൻ പഠിക്കില്ല. അതൊക്കെ സഹിക്കണോ നമ്മള്? അതൊന്നും വേണ്ട. നമ്മളിപ്പോ വഴക്കുണ്ടാക്കാൻ പോയാൽ ഇനി എന്ത് സംഭവിക്കും, എന്തൊക്കെ ചെയ്യുമെന്നോർത്ത് നമ്മൾ പേടിച്ച് ജീവിക്കേണ്ടി വരില്ലേ? പെൺമക്കൾ ഉള്ളതല്ലേ, വീടും ക്യാൻറ്റീനും നമുക്ക് ഒരുപോലെ തന്നെ ആയിരിക്കണം. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്താൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഈ പ്രശ്നത്തിന് നമ്മള് നിയമപരമായി മുന്നോട്ട് നീങ്ങി ഒരു പരിഹാരം കാണണം തന്നെയാ എന്റെ അഭിപ്രായം. അത് ശരിയാച്ചാ. ഇപ്പൊ ഇതൊക്കെ ചെയ്തത് അവര് തന്നെയാണെന്ന് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. പിന്നെ ഇത് ചെയ്തത് മറ്റാരെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല അച്ഛാ, നമ്മളെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കേണ്ട ആവശ്യം അവർക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നറിയാം. പക്ഷെ അത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ലല്ലോ. തെളിവില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അവിടെ പോയി എന്ത് ബഹളം ഉണ്ടാക്കാനാ? ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കാൻ വരരുതെന്ന് പറഞ്ഞാ നമുക്ക് പിന്നെ അവരോട് തിരിച്ചു പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ അച്ഛാ. ഈ വേസ്റ്റ് ഇവിടെ കിടക്കുന്നിടത്തോളം നമ്മുടെ മെസ്സിലേക്ക് ആരും തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാ ഈ മെസ് ഇങ്ങനെ തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലെത്തും നമ്മള്. വാട്ട് നോൺസെൻസ്.
ഞാൻ എന്തിനെങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ? ഞാനും അമൂല്യം പ്രണയിക്കുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ അവളെ കണ്ട് സംസാരിച്ചാ ഇവിടെ ആർക്കും എന്ത് പ്രശ്നമുള്ളേ? അയ്യോ, എടോ, തനിക്കൊന്ന് കണ്ണു തുറന്ന് നോക്കി വന്നൂടെ? കണ്ണു തുറന്ന് നോക്കി വന്നോണ്ടാ വീണത്. എന്താ പറഞ്ഞേ? ഈ ക്യാബിൻ എന്റേതാ. നോക്കി അത് കയറി വന്നത് നീയല്ലേ? എന്നിട്ട് എന്നോട് വെറുതെ വഴക്കടിക്കാൻ വരിക? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. നീ കയറി വന്നിട്ട് എന്നെ വഴക്ക് പറയുന്നത് എന്തിനാ? അത് പോട്ടെ, വീട്. അല്ല, ഈ ക്യാബിനിൽ ഞാൻ കയറണമെങ്കിൽ നോക്ക് ചെയ്യണം അല്ലേ? ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലേ? എക്സ്ക്യൂസ് മീ, ഇത് എന്റെ ഓഫീസാ. ഞാൻ ഇവിടുത്തെ ബോസാണ്. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? നീ എന്തിനാ ചിരിച്ചത്? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാ നമ്മൾ ഇത്രയും അടുത്തതെന്ന് ഓർത്തിട്ടാ ഞാൻ ചിരിച്ചത്. എക്സാക്ട്ലി, അത് തന്നെ ഞാനും ഓർത്തത്. വാ, ഇരിക്കേ. നീ എങ്ങാനും വരില്ലെന്ന് ഓർത്ത് ഞാൻ പേടിച്ചു. എന്തിനാ പേടിക്കുന്നേ? ഇങ്ങോട്ടല്ലാതെ എവിടെ പോവാൻ? ഇവിടെ തന്നെ പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. വേറെ കമ്പനിയിൽ ജോലിക്ക് കയറിയില്ല. അതുകൊണ്ടല്ല, എങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് അമ്മ ഓഫീസിലേക്ക് വിടുമെന്ന് ഓർത്ത് ഞാൻ ടെൻഷനായത്. അയ്യോ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. രാവിലെ അതിന്റെ പേരിൽ അടിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് അച്ഛൻ ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെട്ട് എന്നെ രക്ഷപ്പെടുത്തി. എന്നുവെച്ചാ നീ അപ്പൊ വാശിയൊന്നും പിടിച്ചില്ലേ? ഇന്ന് ഓഫീസിലേക്ക് വരാൻ നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? എന്റെ പൊന്നു മോനെ, നിന്റെ തലയിൽ എങ്ങനെ ഇങ്ങനെയുള്ള ഡൗട്ട് വരുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നു. എന്റെ ഹാർട്ട് മുഴുവൻ തന്നാ ഞാൻ നിന്നെ പ്രണയിക്കുന്നത്. കാര്യങ്ങൾ ഇത്രയും വഷളായ സ്ഥിതിക്ക് നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? താങ്ക്സ് അമൂല്യ. താങ്ക്സ് ഒക്കെ നിന്റെ കൈ തന്നെ വെച്ചു. താങ്ക് യു, സോറി എന്നൊക്കെ പറയാൻ നമ്മൾ എന്താ ഹായ് ബൈ ഫ്രണ്ട്സ് ആണോ? അമ്മ സമ്മതിച്ചിരുന്നെങ്കിലേ ഇപ്പൊ നമ്മുടെ കല്യാണ ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും സമ്മതിച്ചില്ലല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇപ്പൊ രാവും പകലും ഒക്കെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നേ. പക്ഷെ നമുക്ക് പറ്റിയ ഒരു ചെറിയ ഐഡിയ പോലും കിട്ടുന്നില്ല. ഇനി എന്തേനെ പ്ലാൻ? നമ്മളായിട്ട് ഇപ്പൊ ആവേശത്തിലൊന്നും ചെയ്യണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാ ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കാനാ പ്ലാൻ? ഒരു മുറിവില് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചാല് അത് കൂടുതൽ വലുതാവേ ഉള്ളൂ. അതിന് തനിയെ ഉണങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഈ കാര്യം അങ്ങനെ തന്നെ ഉണങ്ങട്ടെ എന്നാ ഞാൻ വിചാരിച്ചു. ഒരു പക്ഷെ അമ്മയുടെ മനസ്സ് മാറിയില്ലെങ്കിലോ? നാളെ ഇനി അമ്മയ്ക്ക് എന്ത് സംഭവിക്കും, എന്ത് ചെയ്യുന്നറിയാൻ ഞാൻ എന്താ വല്ല ജോത്സ്യനുമാണോ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് വെറുതെ ഭ്രാന്ത് പിടിക്കില്ലേ? എനിക്ക് എന്റെ പ്രണയത്തിൽ നല്ല വിശ്വാസമുണ്ട്. നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. നമ്മൾ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാൻ എന്തായാലും കുറെ സ്ട്രഗിൾ ചെയ്തതാ. മുന്നോട്ട് പോകുന്തോറും എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ ഇതൊക്കെ സഹിക്കാനുള്ള കരുത്ത് എനിക്ക് കിട്ടുന്നില്ല മൂല്യ. പണ്ടൊക്കെ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കാര്യം വന്നപ്പോ എന്റെ എല്ലാ ധൈര്യവും പോയി. എല്ലാവരുടെ സമ്മതത്തോടെ കല്യാണം കഴിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചല്ലേ. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മുടെ ഭാവി എന്താവും എന്നോർത്ത് എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. എടാ കള്ളച്ചെറുക്ക, നീ റൗഡി ബേബിയുടെ കാമുകനാണെന്ന് മറക്കല്ലേ? റൗഡി ബേബനാ നീ ഇങ്ങനെ ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലെ ഇരുന്ന എങ്ങനെ കാര്യങ്ങൾ നടക്കും? നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നേടി എല്ലാരെയും കാണിച്ചു കൊടുക്കണം. ഈ കേരളത്തിലുള്ളവര് മുഴുവൻ നമ്മളെ അനുഗ്രഹിക്കാൻ പോവാ. എന്റെ ഹനുമാൻ സ്വാമി പോലും എന്റെ കൂടെ തന്നെ ഉള്ളത്. നമ്മുടെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. വീട്ടിലുള്ളവർ ഓരോന്ന് കാണിക്കുന്നതിന്റെ പേരിൽ നമ്മുടെ പ്രണയം നമ്മൾ എന്തിനാ മറക്കുന്നേ? എന്റെ പ്രണയം എല്ലാം നശിച്ചു പോയെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് റോഡിലൊക്കെ തലയും ചൊറിഞ്ഞുകൊണ്ട് നടന്ന് ഒരു ഭ്രാന്തിയായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും നമുക്കുണ്ടാവാൻ പോകുന്നില്ല.
ആരൊക്കെയാണോ സമ്മതിക്കാതെ അവരെ കൊണ്ടൊക്കെ നമ്മൾ സമ്മതിപ്പിക്കും. നമ്മുടെ കല്യാണം എന്തായാലും നടക്കുകയും ചെയ്യും. നീ ഒരിക്കലും പറഞ്ഞില്ലേ നമ്മുടെ കല്യാണം സ്വർഗത്തിൽ വെച്ച് ഫിക്സ് ആയതാണെന്ന്. ഇനി നമ്മുടെ കല്യാണത്തിന് പ്രമീയുടെ സമ്മതം മാത്രം കിട്ടിയാൽ മതി. ആ സമ്മതം കിട്ടുന്നത് വരെ സമാധാനിക്ക്, എല്ലാം ഓക്കെ ആവും. ഇപ്പോഴെനിക്ക് കുറച്ച് സമാധാനമായത്. ഓരോന്ന് പറഞ്ഞു വീഴ്ത്താൻ പെമ്പിള്ളേര് മിടുക്കികളാണെന്ന് ബോസിന് അറിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, സഹാറ മരുഭൂമി പോലെ ഇന്ന് ബോസിനെ അന്റാർട്ടിക്ക ആക്കിയില്ലേ. നീ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്ന പോലെ. താങ്ക്സ്. വീണ്ടും എന്നോട് താങ്ക്സ് പറയുന്നോ? ഇനി നിന്നോട് സംസാരിക്കില്ല.